അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. എല്ലാവരെയും പോലെ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമായിരുന്നു ഈ ഒരു പ്രാവശ്യത്തെന്ന് പറഞ്ഞാൽ. കാരണം ഞങ്ങൾ പൂക്കള മത്സരത്തിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളൊരു വലിയൊരു പൂക്കളാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഏകദേശം രാത്രി 12 മണിക്ക് തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ 10:30 ഞങ്ങൾ പൂക്കളം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു ടീമുള്ളൊരു പൂക്കളായിരുന്നു. കഥകളി, വള്ളം, പിന്നെന്താ തെങ്ങ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു നൈസായിട്ടുള്ളൊരു പൂക്കളാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് വെച്ചാൽ നെയ്ച്ചോറും ചിക്കനും പിന്നെന്താ പായസം, അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അച്ചാറൊക്കെ വിളമ്പി അമ്മയും ഞാനും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം. ഞങ്ങൾ ഇപ്രാവശ്യം തറവാട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. പായസമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ് ടൈം ആയിട്ടോ. ആ ഒരു ടൈമിലാണ് നമ്മൾ പൂക്കളം വാരുക. ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം കാണും. ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ട പൂക്കളം വാരുക എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമുക്ക് വാരിയല്ലേ പറ്റൂ. അങ്ങനെ ഞാനും സിസ്സും കൂടി കേട്ടോ പിന്നെ പൂക്കൾ ഒഴുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ ഒഴുക്കാൻ പോകുന്ന സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിരിക്കും കാണാൻ പൂക്കളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന കാണാൻ. അങ്ങനെ നെക്സ്റ്റ് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായി. ബൈ ബൈ.